പോന്നാ പഴമരിക്കട്ടെ, വിശക്കുമ്പോൾ കഴിക്കാം എന്തായാലും. പ്രളത്തിൽ കൈയും കാലും ഓർഡർ അടിച്ച് നിൽക്കുകയാണ്. എന്തോന്ന് ബാറ്ററി ഡൗൺ ആവാറായ? അയ്യോ ഇത് വേറെ ഉണ്ടാ. ഓരോ പണി കഴിയുമ്പോഴും അടുത്ത പണി ഉടനെ തരെയാണ്. പഞ്ചാബി ഹൗസിൽ പറയും പോലെ അതാണ് ദൈവത്തിൻ്റെ കളികൾ. വാ സമയമായി, മഴയൊക്കെ വിട്ടായി. സർജ് ഓഫേ കാണുമല്ലോ. ഓക്കെ, പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടി കയറിക്കോ കമ്മോൺ. ഓക്കെ, റെയിൻകോട്ട് എടുത്ത് സംഭവം മറന്നു പോയി. റെയിൻകോട്ട് ഇപ്പോൾ ഇതില്ലെങ്കിൽ ഇത് ജോലി ചെയ്യാൻ പറ്റില്ല. പോകേണ്ട ലൊക്കേഷൻ ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാട്. ഇന്നലെ അവിടെ തന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ചത്, ഇന്നും അവിടെ തന്നെ. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ ബാർബിക്യൂ സ്പേസ് വഴുതക്കാട്. ഇവിടെ നിന്ന് കറക്റ്റ് 2.5 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് മഴയൊന്നും വേണ്ട. ഇതുപോലെ ചെറിയ മഴ, തണുത്ത ക്ലൈമറ്റ് മതി. നമുക്ക് സർജ് ഓണായി കിടക്കുകയും ചെയ്യും, വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരുപാടൊക്കെ മഴ പെയ്ത ചില ഏരിയയിലേക്ക് പ്രശ്നമാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ കഷ്ടപ്പെടില്ലേ. അതുകൊണ്ട് ഹെവി വേണ്ട, ലൈറ്റ് മതി. ഓൺലി ലൈറ്റ്. പൈസന് ഫുഡ് കൊടുക്കണം, എങ്കിലും വർക്ക് ചെയ്യണം. നല്ല പോലെടാ പൈസ. ഒരു മിനിറ്റ്, എത്ര പൈസ ഉണ്ടെന്ന് നോക്കട്ടെ. കയ്യിൽ 110. ചില സമയത്ത് പേഴ്സിൽ പൈസ കാണില്ല. ഞാൻ വലിയ വിളിച്ച് പറയുകയും ചെയ്യും, പെട്ടുപോകും. ഓക്കെ, സുധീഷേ പോവാം. വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. നല്ല അടിച്ച് പൊളിച്ച് പോയിട്ട് വാ, സമ്പാദിച്ചിട്ട് വാ. കോടികൾ കൊണ്ട് ഇറക്കണം വീട്ടിൽ കൊണ്ട്. KGF യാഷ് ആവണ്ടേ, ഹെലികോപ്റ്ററിൽ ഫാനിൽ നമ്മൾ പപ്പടം പറപ്പിക്കണ്ടേ. അത്രയുള്ള സുധീഷ്, അതാണ് നമ്മളുടെ മെയിൻ ഫോക്കസ് അല്ലേ. കുറ്റംപർണന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ നിൽക്കുള്ളൂ അവന്മാർ. നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. ദിവസം എന്നതാണ് ഇവിടെ കൊള്ളാലോ സുധീഷ്. എങ്കിൽ കാര്യം ചെയ്യും, നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കണ്ട. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ജോലിക്ക് അറിയാലോ ഉച്ചയ്ക്ക് ശേഷം. പക്ഷേ ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മളൊരു 3 മണിയാവും. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞ് കാണും. പാത്രം കഴിയണ സമയമായി ആണെങ്കിൽ പാത്രം കഴുകി കൊടുത്ത് വീട്ടിൽ പോകും. 12 കറക്റ്റ് 12:30 മണിയാകുമ്പോൾ ഇവിടെ അന്നദാനമുണ്ട് വഴുതക്കാടില്ല DPIയിൽ. ഇപ്പോൾ ആർക്കെങ്കിലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതിപ്പോൾ ഒരാഴ്ച കാണുള്ളൂ, അത് കഴിഞ്ഞാൽ തീരുന്നു. ഓക്കെ, റീച്ച് റെസ്റ്റോറൻറ്റ് ഓഫ് സ്പേസ് അല്ലല്ല ബാർബിക്യൂ സ്പേസ്. നമുക്കൊരു ദിവസം ഫുൾ ഇംഗ്ലീഷ് വ്ളോഗ് ചെയ്യണം. അതെങ്ങനെ നോക്കാമല്ലോ. അതായത് ഗ്രാമർ മിസ്റ്റേക്കാണ്, നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പോലിലേക്ക്. മൈ ഗോഡ്, എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് കട്ടായ? റെഡിയായി. ദ വാട്ടർ ഇസ് റെഡി. ഇന്ന് നല്ല ഫുൾ എനർജിയിൽ നിൽക്കുകയാണ്. 3 ദോശ, 2 ബുൾസ, ഒരു ചായ കുടിച്ചിട്ടുണ്ട്. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. 6185 ചിക്കൻ അൽഫാം മന്തി. ഓക്കെ, ഇത് തന്നെയല്ലോ. അത് തന്നെ നമ്പർ നോക്കിയിട്. ഓക്കെ, പിക്ഡ്. അത്ര ഉള്ളൂ. ബൈസൺ ഒരു രക്ഷയില്ല. ലുക്ക് എന്ന് പറഞ്ഞാൽ ഹീറോ ലുക്കാണ്. മിക്കവാറും ബൈസൺ സിനിമയിൽ കയറും കേട്ടോ. നമ്മളൊക്കെ സീറോ ആവും അല്ലേടാ. സിനിമയിൽ പുളു പഠിക്കാതെ പോകണ. പുളുവെന്നല്ല, സത്യമാണ് പറയണത്. നിന്റെ ലുക്ക് കണ്ടിട്ട് വിളിക്കും നോക്കി ആരെങ്കിലൊക്കെ. മിക്കവാറും എന്നെ ചേർത്ത് വിളിക്കുള്ളൂ. കാരണം ഞാൻ ഉണ്ടെങ്കിൽ നീ ഉള്ളൂ പടത്തിലല്ലേ. ഓക്കെ, വണ്ടി വിട്ടാൻ എടുത്തോ. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുന്നക്കാമുകളാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 2.3 കിലോമീറ്റർ ദൂരമുണ്ട്. അല്ലല്ല 3.2 കിലോമീറ്റർ, എന്തെങ്കിലും അവിടെ അത്രയും കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:42 ആയിട്ടുണ്ട്. നല്ലൊരു വൈബ്, നല്ല ഫുൾ എനർജിയിൽ നിൽക്കുകയാണ്. എന്തെന്നാണ് ഇവിടെ ഇപ്പോൾ എന്തോ ഒരു എനർജിൻ്റെ ബോഡിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ദൈവമായിരിക്കും മിക്കവാറും. താങ്ക്സ് ഗോഡ്, താങ്ക് യു ഗോഡ്, അല്ല അങ്ങനെയല്ലോ, താങ്ക് ഗോഡ്. കറക്റ്റ്, ദാറ്റ് ഈസ് എ കറക്റ്റ് മീനിങ് ഓഫ് ദ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ പറഞ്ഞത്. അടിച്ച് വിടാനെ വായിക്കാത്ത ഇംഗ്ലീഷൊക്കെ. സിഗ്നൽ വിടും, പെട്ടെന്ന് കയറും. കാറെണ്ണ സ്ലോ ചെയ്താണ്, കയറി പോകണ. എന്തിനാണ് കാണിക്കണം, സിഗ്നൽ ഇടയ്ക്കില്ല. നിങ്ങളെന്ത് നല്ല നനഞ്ഞ റോഡ്, ഇരുണ്ട ആകാശം, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ആംബിയൻസ്. ഇതല്ലേ റൈഡറിന് വേണ്ടതല്ലേ. ഐ എം എ റൈഡർ, പ്രോ റൈഡർ. ടിക്കറ്റ്. ഇതാണ് വിജയമോഹനി മില്ല്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് തന്നെ പോകേണ്ടത്. ഇവിടെ നിന്നൊരു വലിയ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ഫീൽ ആവണത്. കയറും ഹെവിയാണ് പറഞ്ഞത്. മന്ത് എൻഡ് ആവാറായല്ലേ. ഇപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ ചെയ്യാനുണ്ട്. ഒരു വീഡിയോ എഡിറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 വീഡിയോയും മെയ് 31 മുമ്പ് ചെയ്ത് തീർക്കണം. കിട്ടാൻ മാത്രമേ എനിക്ക് അടുത്ത റവന്യൂവിൽ കയറുള്ളൂ. അതൊരു വലിയ ടാർഗറ്റാണ്. സത്യം പറഞ്ഞാൽ ഡെഡ് ലൈൻ പോലെയാണ്. ഡെഡ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ അത്രയ്ക്ക് പ്രഷറൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ എന്നാലും നമുക്ക് റവന്യൂ എക്സ്ട്രാ കിട്ടി നല്ലതല്ലേ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കുറച്ച് എക്സ്ട്രാ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. അത്ര തന്നെ. നല്ല പൈസ ഉണ്ടാക്കണം. ആ പൈസ കൊണ്ട് സൂപ്പറായിട്ട് ജീവിക്കുകയും വേണം. പൈസ മാത്രം ഉണ്ടാക്കിയ ബോറായിപ്പോൾ ലൈഫ്. ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുവഴി പോവാം. അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുവഴി പോവാം. ഇവിടുന്ന് പൈപ്പ് ഇടാണ് കേട്ടോ. അതെൻ്റെ ഇതാണ്. സത്യം പറഞ്ഞാൽ എക്സ്പൾസ് ബൈക്ക് ഉണ്ടെങ്കിൽ ഇതുവഴി കയറി പോയായിരുന്നില്ല. സൂപ്പറായി. ചെളിയൊക്കെ അടിച്ച് തെറിപ്പിച്ച് കാലിൽ മുഖത്തൊക്കെ ആയി. അതൊരു രസമാണല്ലേ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് വരണത്. എത്ര പട്ടികളത്. അയ്യോ, എല്ലാം നല്ല തടിമാടം പട്ടികളാക്കണം. കടിക്കോ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുക്കാനാണ് മാപ്പ് കാണിക്കുന്നത്. ഇത് വേറെ തുറക്കണമല്ലോ. ഇത് തുറക്കണ സമയം കൊണ്ടൊരു 10 ഓർഡർ എടുക്കാൻ പറ്റും. 1 hour later, 1 year later. ഓക്കെ, 1 വർഷമായി. കഴിഞ്ഞ വർഷമാണ് ഓർഡർ എടുത്തത്. ഈ വർഷം കൊടുക്കാൻ പോയാണ്. കഴിഞ്ഞ വർഷം നിന്ന് അതേ പട്ടി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ, അതേ സ്ഥലത്ത്. കൊള്ളാലോ. കുറയ്ക്കാണ്. അതിന് പിടിച്ചില്ല. കോമഡി ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായി. തിരിച്ചെടുത്ത് വിട്ടേരാ. എവിടാ നിൽക്കണം നീയൊക്കെ? ടീമുണ്ടോ നിനക്കൊക്കെ? സംഭവം സ്കെച്ചിട്ട് കേട്ടോ. ഞാൻ കടിയനാൻ സുധീഷ്, ഉറപ്പാണ്. ഇങ്ങോട്ട് ഡെഡ് എൻഡാണ്, വഴിയൊന്നുമില്ല. പട്ടി ഓടിച്ച് എന്ത് ചെയ്യും? ഓക്കെ, ഇതാണ് ലൊക്കേഷൻ കാണിക്കും. ഇവിടെ അല്ലേ? സുധീഷാണ്. ഓക്കെ, താങ്ക് യു. ശരി. അങ്ങനെ റെയിൻ സർജ് ആടായിട്ടുണ്ട്. ഇനി സന്തോഷമായിട്ട് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. പൈസ ഇഷ്ടം പോലെ കിട്ടും. ഇനിയാണ് സുധീഷ വേട്ട ഉള്ളത്. വേട്ട ആരംഭം മാറിച്ച് ഡോയ് വേട്ട സിംഗോ
സിംഗം. ആ പട്ടി അവിടെ നിൽക്കുകയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓട്ടിക്കൊന്ന് ഡൗട്ടുണ്ട്. വേറെ അടുത്ത ഓർഡർ അടിച്ച് കൊള്ളാം, നല്ല ഓർഡർ. സർജ് കൊണ്ട് ഇൻസെൻറ്റീവ് ഉണ്ട്. 25 രൂപ സർജ്, 30 രൂപ ഇൻസെൻറ്റീവ്. 46 ഓർഡറാണ്. എല്ലാം കൂടെ ചേർത്ത് മൊത്തം കിട്ടുന്ന 100 രൂപയ്ക്ക് മുകളിൽ. തറവാട്ടിൽ റെസ്റ്റോറൻറ്റ് പൂജപ്പുര. ആക്സെപ്റ്റ്. കമാൺ കൊയ്ക്ക്. പട്ടിയോടെ പോയി സുവിശേഷപ്പെട്ട് പേടിക്കാൻ സുതീക്ഷ. ജീവിതം അങ്ങനെ തന്നെ. ആരെങ്കിലൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുള്ളൂ ബാക്ക് ചെയ്ത്. ചില ആൾക്കാർ കുരയ്ക്കും, ചില ആൾക്കാർ ഓട്ടിക്കും. എത്ര ദൂരം ഓട്ടിക്കും കൂടി പോയാൽ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവന്മാർ അവിടെ നിൽക്കും. മനസ്സിലായ? പിന്നെ ഓടിക്കില്ല. മനസ്സിലായ മെസ്സേജ് എന്താണെന്നുള്ളത്? അത്ര തന്നെ, അത്രേ ഉള്ളൂ. കമോൺ. ആഹാ, ഡബിൾ ഓർഡർ സൂപ്പർ. വാ കോടികൾ സമ്പാദിക്കട്ടെ. ഇങ്ങ് വാ, അക്സെപ്റ്റ്. ഇനി ഓൺ ട്രിപ്പിൾ ഓർഡർ അല്ലെങ്കിൽ 4 ഓർഡർ ഞാൻ എടുക്കാൻ തയ്യാറാണ്. റെഡിയാ. ഓക്കെ, തനിമ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. റൈറ്റിലാണ് പോകേണ്ടത്. കാറിന് സ്പീഡിൽ പറഞ്ഞു. ഒന്നേ കയറി പോകുമായിരുന്നു. ശരി, കുഴപ്പമില്ല, ഞാൻ രണ്ടാമത് കയറിക്കോളാം. ഒന്നും വയ്ക്കോ കുഴപ്പമില്ല. ഈ വണ്ടി അവിടെ കൊണ്ടുവയ്ക്കാൻ. ശരി, വാ, വണ്ടി കൊണ്ട് വയ്ക്കാം. റെഡിയായില്ല, പ്രിപ്പയറിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡർ റെഡിയായി, ഒന്നും റെഡിയായില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ, സമയം കളയേണ്ട ചോദിച്ചേ. റെഡിയായത് പിക്ക് ചെയ്തിട്ട് മറ്റേ ട്രാൻസ്ഫർ ചെയ്യാം. അതേ ശരിയാവുള്ളൂ. 0055 അത് തന്നെ. 0055 ഫിഷ് കറി മീൽസ്. ഓക്കെ, പീക്ഡ്. ട്രാൻസ്ഫർ ഓപ്ഷൻ വന്ന് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 1:18 വരെ നോക്കാം. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 1:18 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ സമയം കൊണ്ട് അടുത്ത് ഓർഡർ എടുക്കാം. മനസ്സിലായോ? ഓക്കെ, പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. പിന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നില്ല, ഓടാൻ തോന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു പ്രൊമോഷൻ പറയാൻ പോവുകയാണ്. എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് 30 സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായി ചെയ്തു തരും. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങളെ കൂടെ എപ്പോഴും കാണും. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡീം ചെയ്താൽ മാത്രം മതി. എല്ലാം സെറ്റാക്കി തരാം. കമോൺ ഗൈസ്, കാട്ടാക്കി തരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ബക്രീദാണല്ലേ, ഞാൻ മറന്നു കേട്ടോ വിഷസ് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ബക്രീദ് പറഞ്ഞേക്കാം. ബക്രീദ് വിഷസ്. ഹോട്ടലിൽ അവിടെയൊക്കെ ബിരിയാണിയുടെ മണം സഹിക്കാൻ പറ്റില്ല, കൊതിയാവുന്നു. ഇതുപോലത്തെ ബക്രീദ് റംസാനൊക്കെ വരുമ്പോഴാണ് നമ്മൾ മുസ്ലിം ഫ്രണ്ട്സ് ആലോചിക്കണത്. നമ്മളിങ്ങനെ മണക്കാട് എത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ആണ് പറഞ്ഞത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടത്? റൈറ്റോട്ടല്ലേ? ഇവിടെ നിന്ന് തിരക്ക്, മരണം വിട്ടിട്ടാ സംഭവം. നേരെ പോകണത് കുഴപ്പമില്ല, വണ്ടി വളയ്ക്കാനുള്ള ഒരു സ്ഥലം വേണം, അതാണ് വിഷയം. ഇന്ത്യൻ്റെ കസ്റ്റമർ ഇവിടെയാണ് ഓർഡർ ചെയ്ത് സൊമാറ്റോ. ഇവിടെ ഇല്ലല്ലേ, ഇവിടെ തന്നെ ഈ വീട്. ഹലോ, സൊമാറ്റോ ആണേ, ഇവിടെ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. റെയിൻ സർജ് ഓഫായ. ശരി, കുഴപ്പമില്ല. മലബാർ ലീഗസി. അതെവിടെ? മണക്കാടാണ്. മലബാർ ലീഗസി എവിടെയാണത്? മാപ്പ് നോക്ക്. ഇവിടെ എവിടെയാണ് റെസ്റ്റോറൻറ്റ് പറഞ്ഞത്? ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, സൂക്ഷിച്ച് നോക്കിക്കോ. മലബാർ ലീഗസി അതെവിടെയാണത്? അവിടെ കാണിക്കണ്. എന്തായാലും മാപ്പ് നോക്കി പോവാം. ഇവിടെ റെസ്റ്റോറൻറ്റ് കാണാനില്ല, പമ്പ് മാത്രമേ ഉള്ളൂ. എവിടെ നിന്നാണ് പറഞ്ഞത്? മുടുക്കിൻ്റെ അകത്ത്, പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് മറ്റേതുണ്ട്. ഏതോത് RK മാളിൻ്റെ അകത്ത്. അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അകത്ത്, പാർക്കിംഗ് ഏരിയയിൽ. അതായിരിക്കും. ഞാൻ ഇടയ്ക്ക് RK മാളിൽ പോയായിരുന്നു, മോൾക്ക് വേണ്ടിയിട്ട്. വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, പിന്നെ ഷൂ, സോക്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടെ നല്ല വില കുറവായിരുന്നു. സംഭവം കൊള്ളാം, കുഴപ്പമില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അല്ലേ? ഈ സൈഡിൽ പാർക്ക് ചെയ്യാം. അവിടെയാണോ? ഇത് തന്നെ 6608 പേക്ഡ് കളപ്പതി കച്ചേരി. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലത്തറ പരവങ്കുന്നാണ്. ഇവിടുന്ന് കറക്റ്റ് 3.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:37 ആയിട്ടുണ്ട്. എന്തായാലും മഴയൊന്നും ഇല്ല, ചുമ്മാ ഷോ കാണിച്ചെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, സർജ് ഓണായി 2 ഓർഡറിന്. പഴഞ്ചിറ ദേവീക്ഷേത്രം ആർച്ചിനകത്താണ് കയറേണ്ടത്. ഓക്കെ, കയറ്. ബാനോ ഇടിക്കെ മത്താളന്ത കൊട്ടാടിക്കാറ സാത്തി ഇതൊക്കെ പഴയ ഇളയരാജയുടെ സോങ് ആണ്. ഇളയരാജയുടെ പാട്ടും ട്രാവലുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലേ. അതും നൈറ്റ് റൈഡാണ്, ഭയങ്കര വൈബ്. ഇപ്പോഴത്തെ എല്ലാ ചെറിയ മുടുക്ക് ഇന്റർലോക്ക് ആക്കി അല്ലേ. ഇപ്പം ഇന്റർലോക്കിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ കാണാൻ ലുക്കായിരിക്കും, ആദ്യമൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പയ്യെ ഇളവും. പിന്നെ വലിയ പണിയാണ്. പിന്നെ വണ്ടി ഓടിക്കാനേ പാടാണ് ആ ഏരിയക്കകത്ത്. ഹൗസ് നമ്പർ 51 ഇങ്ങോട്ട് തന്നെ. വിളയോ സേ കലകലകലകന ചിനിക്കുന്ന ചിനിക്ക ഇവിടെ അല്ലേ? ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. അടുത്ത ഓർഡർ അടിച്ചത് ചെറിയ ഓർഡർ കരാക്ക് ബോയ്. അതെവിടെയാണ്? ശരി, വാ പോയി നോക്കാം. എന്തായാലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് സർജ് ഓഫ് ആയാലും ഓരോ ഓർഡർ കൊടുത്തിരുമ്പോൾ സർജ് ആടാവേണം. അപ്പോൾ എവിടെയൊക്കെയോ ലൈറ്റായിട്ട് മഴ പെയ്യാണ്, അപ്പോഴത്തേക്ക് ഓൺ ആക്കണം, പിന്നെ ഓഫ് ചെയ്യണം മതി. ക്ലൗഡ് കിച്ചണാണ്. ഓക്കെ, റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പോകേണ്ട ലൊക്കേഷൻ അടുത്തില്ല, നടന്നു പോകണം ദൂരമേ ഉള്ളൂ. പീക്ക് അവർ കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ്. ഇനിയുള്ള ഓരോ ഓർഡറിന് ഇൻസെൻറ്റീവ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നേരെ പോയിട്ട് റൈറ്റ് പോയാൽ മതി. 450 മീറ്റർ ദൂരമേ ഉള്ളൂ. ബാക്ക് ചെയ്ത് വണ്ടി വരണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കറിക്കളയിൽ ഇവിടെ എന്തോ റീൽസ് ചെയ്യണം. കൊള്ളാലോ, അടിപൊളി സ്റ്റൈലായിരിക്കണം. നല്ല ബാഗി പാൻറ്റൊക്കെ.
സൂപ്പർ കേട്ടാ, വേറെ ലെവൽ. ബക്രീത്തല്ലേ, അപ്പോൾ പയ്യന്മാരെ അടിച്ച് പൊളിക്കുന്നുണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ഫ്ലാറ്റാ സംഭവം. ഫ്ലാറ്റിൻ്റെ പേര് എലിഫാൻറ്റ് കോക്കയാണ്. ഫ്ലാറ്റാണ്, റൂംസ് ആണത്. എലിഫാൻറ്റ് കോക്ക അവിടെ അല്ലേ? അരുൺ ബാബു അല്ല, ആൾ മാറി. ഹലോ, ആ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് പോലെ അവിടെയാണോ? ഓക്കെ ഓക്കെ. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത്. ഒരാളെ കാണാനില്ല. 5 മിനിറ്റ് മുകളിലായല്ലോ. മോളിൽ കയറി പോകേണ്ടി വരുമോ? പോകണമെങ്കിൽ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല, പക്ഷെ ആളെ കാണാനില്ലല്ലോ. ശരി, ഓക്കെ. നമുക്കതിൽ ടൈം ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. മോളിൽ കയറിയത്. ഓക്കെ, കുഴപ്പമില്ല. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഓക്കെ, അടുത്ത ഓർഡർ ഇനി എവിടെ അടിക്കും നോക്കാം. അടിച്ചോളൂ, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. അതുപോലെ ബക്രീത്തല്ലേ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ആൻഡ് മോർ. ക്വാളിറ്റിയാണ്, KW ക്വാളിറ്റി. കല്ലുമൂട് ജംഗ്ഷനിൽ. ഓക്കെ, നമ്മൾ തന്നെ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് മാപ്പ് കാണിക്കുന്നത്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ടാ ഈ ഭാഗത്തൊക്കെ. ഇതിൻ്റെ അകത്താണ് പറഞ്ഞത്. ഫുള്ളാണ്, വലിക്കണം. ഇവിടെയാണ് 5289 അവിടെയാണ്. ഓക്കെ ഓക്കെ. ക്വാളിറ്റി വാൾസ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം പാർട്ടി പാക്ക് 700 മില്ലി. കോർണാറ്റോ ചോക്കോ ബ്രൗണി ബേക്ക്ഡ്. കോർണാറ്റോ എന്ന് പറയുമ്പോൾ കൊതിയാവണം. കോർണാറ്റയാണോ കോണേറ്റയാണോ? കോണേറ്റോ. മണി ഇപ്പോൾ കറക്റ്റ് 2:15 നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഭീമാപ്പള്ളിയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നിൽപ്പിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് എനർജി കുറഞ്ഞിട്ടുണ്ട്. ഒരു ഏത്തപ്പഴ കയ്യിലുണ്ട്, കഴിച്ചാൽ മാത്രം മതി, ശരിയാവും. ഇവിടെ നിന്ന് വണ്ടി വഴിയില്ലേ പയ്യന്മാർ. എന്ത് സംഭവം, കണ്ടിട്ട് പോയല്ലോ. രസമായിരിക്കും ഒക്കെ. വണ്ടി തള്ളി കയറ്റിയാ. ഹെൽപ്പ് വേണോ? ഞാൻ വേണേൽ വരാം, എനിക്കാണെങ്കിൽ കണ്ടന്റ് വേണോ? ഹെൽപ്പ് വേണോ? ഇത് കയറണല്ലേ? വണ്ടി കയറണല്ലേ? എയർ കയറി കാണാം. ഓ അങ്ങോട്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് തള്ളി ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആക്കണം. നമുക്ക് നിൽക്കണോ പോകണോ? സമയം കൊണ്ടിരിക്കുകയല്ലേ. ഓട്ടാ. ഓക്കെ എന്നാൽ തള്ളിക്കാരിക്കോളും. ഓക്കെ ഓക്കെ, എത്ര തന്നെ സംഭവം റെഡിയായി. സംഭവം നമ്മളതിൽ ക്യാമറയും വ്ളോഗ് ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകും, അത് വേറെ വിഷയം. പിന്നെ ഇത് വെള്ളം അടിച്ചുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഒരു കോമഡിക്ക് വേണ്ടിയിട്ട്. സംഭവം പയ്യന്മാരുന്ന് കറങ്ങാറങ്ങിയാണ് പെരുന്നാളായതുകൊണ്ട്. അപ്പോഴത്തേക്ക് വഴിയിലായി പാവം. ഇവിടെ എന്തോ വെള്ളപ്പൊക്കോ? ആ ബക്രീത്ത് വൈബ് പോന്നേ. എല്ലാ സൗണ്ട് ബോക്സ് ആണല്ലോ. ഇവിടെ വെള്ളം കയറൂല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ? എവിടെ കുഴിയുണ്ടെന്ന് അറിഞ്ഞൂടല്ലോ. നേരെ പോട്ട്. എന്തായാലും ഈ വർഷം പെരുന്നാൾ നാട്ടിൽ വരാൻ പറ്റുന്ന കുറേ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ലപോലെ കണ്ടോ. ഇതൊക്കെ നിങ്ങൾ ഏരിയ ആയിരിക്കും മിക്കാറും അല്ലേ? ഇവിടുത്തെ ഏരിയ സംഭവം വെള്ളം കയറുന്ന ഏരിയ ആണ് കേട്ടോ. ഇത്തിരി പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ കടലായിരുന്നു. അമ്മോ, എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. സർജുണ്ടായി ഓർഡറിനുണ്ടുണ്ട്. സർജുണ്ട് ഇൻസെൻറ്റീവ് ഇല്ല അല്ലേ? ശരി തന്നെ. നമ്മളെ ക്യാമറ ഉണ്ടപ്പോൾ പുള്ളിക്കാരല്ല ഫോമിലായി. അപ്പോഴത്തേക്ക് സ്റ്റെപ്പ് ഇട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറയാം, ഒരു ഓക്കെ നമ്മളതിനെ മണക്കാടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയാണ് സൈഡിലായിട്ട്. ഓർഡർ അടിക്കണില്ല കേട്ടോ. സംഭവം ഇനി ഓർഡർ അടിക്കേണ്ട സമയമുണ്ട് കേട്ടോ. പക്ഷേ അടിക്കണില്ല, പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്ത് ചെയ്യാൻ? ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഐസ്ക്രീം. അടുത്ത ഓർഡർ ഭീമാപ്പള്ളി ആയിരിക്കുമോ? അയ്യോ, ഇവിടെ നിന്ന് ലോങ് ആണ് മണക്കാട് നിന്ന്. പെട്ടെന്ന് പോകണ്ട എന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉരുട്ടിക്കൊണ്ടിരിക്കും പയ്യ. വാ കാറിപ്പോ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓർഡർ അതേ സെയിം ഐറ്റം ആണെന്ന് തോന്നുന്നു. ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ഫുൾ വലിക്കണം. ഓക്കെ, 7856 പിക്ഡ്. ഈ പുഷും പുള്ളും ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകണം. തലവേദനക്കണല്ലോ ഇതൊക്കെ. ഓക്കെ, പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂന്തുറയാണ്. ഇവിടുന്ന് കറക്റ്റ് 2.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:48 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ അയക്കാമേ, ഒരു മിനിറ്റ്. സംഭവം തന്ന ഓർഡർ മാറിപ്പോയി. കസ്റ്റമറിൽ റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്ന് ഏകദേശം ഒരേപോലത്തെ നമ്പറാണ്. 7856 ആണ് തന്നതെന്ന് തോന്നുന്നു. തരേണ്ടത് 7896 ആണ്. നമുക്കൊരു കാര്യം അങ്ങോട്ട് പോയിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, 7856. എത്ര? 78 അല്ല, ഒരുപാട് നമ്പറായി ഇപ്പോൾ മാറിയത്. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ ബൈ. സംഭവം വലിയ വിഷയമില്ല, കാരണം ഒരേപോലെ നമ്പർ ആയതുകൊണ്ട് ആർക്കായാലും തെറ്റിപ്പറ്റി പോകും. ഇപ്പോൾ എന്തായാലും കസ്റ്റമർ വിളിച്ചായിരുന്നു എവിടെ നിൽക്കണം ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാര്യം പറഞ്ഞ്. അപ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലായി, ശരിയെന്ന് പറഞ്ഞു. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇത് തന്നെ വീട്. ഹലോ സൊമാറ്റോ. ഹലോ, കേൾക്കാമോ? ഫോൺ എടുത്തില്ലേ? ആ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയായിരുന്നു ലൊക്കേഷനിൽ. ഓക്കെ, ഒരു JS തട്ടുകട അവിടെ നിൽക്കുകയാണ്. JS തട്ടുകട അതിൻ്റെ അടുത്തായിട്ട്. ഓക്കെ, പോന്നാ. ട്രാൻസ്ഫോമറിന് അടുത്തുള്ള കാറ് പോകുന്ന വഴി ഇത് തന്നെ. എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ? ആ പയ്യനായിരിക്കുമോ? എവിടെയാണോ? ഓക്കെ, സുധീർ സലീം അല്ലേ? ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ പേയ്മെൻറ്റ് മൊത്തം കണ്ടല്ലോ. സൂപ്പർ, വലിയ കുഴപ്പമില്ല. എന്തായാലും വൈകുന്നേരം ഇവിടെ ഓടുമ്പോൾ ഒരു 1000 കിട്ടുമായിരിക്കും. സന്തോഷം. ഒരു മിനിറ്റ്, അങ്ങോട്ട് പോകണം. ഓക്കെ, വീടെത്തിയിട്ടുണ്ട്. റിച്ച് ഹൗസ് ലൊക്കേഷൻ.
എനിക്ക് കൊതിയാവും ഇങ്ങനെ കഴിക്കാം. ഞാൻ സൗണ്ട് ഉണ്ടാക്കല്ലേ, എനിക്ക് കൊതിയാവും. ചുമ്മാ ഈ വ്ളോഗ് കഴിക്കും. ഇപ്പോൾ എന്താ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, പുളിങ്കറി, അച്ചാറ്, മുട്ട ഓംലേറ്റ്, ഉരുളക്കിഴങ്ങ് പൊരിയൽ, പിന്നെ എന്തോന്നും വാഴയ്ക്ക പൊരിയില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. മഴ സമയത്ത് വിശപ്പ് ഭയങ്കരമായിരിക്കും. കാരണം പെട്ടെന്ന് ദഹിക്കും ആഹാരമൊക്കെ, എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ വയറ്റൊന്നും കാണില്ല ആ സമയത്ത്. അപ്പം കഴിക്കുന്ന ആഹാരമൊക്കെ ബുസ്കിനെ പോകും. അപ്പം അത്ര വേറൊന്നും പറയാനില്ല. ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് മഴ ഉണ്ടാക്കി നമ്മൾ വ്ളോഗ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പം എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും കുറച്ച് നേരം സെൻഡ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആവുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ചോറ് കളയുന്നു എല്ലാ പിച്ചി കട്ടക്ക് നീങ്ങണം. അത്രേ ഉള്ളൂ.